എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 7ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ബെർണോളീസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻസ് ഓഫ് ബെർണോളീസ് തിയറം. സ്പെസിഫിക് ആയിട്ട് കുറച്ച് ആപ്ലിക്കേഷൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ പ്രോബ്ലംസും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പാർട്ട് 7 വീഡിയോ ബെർണോളീസ് തിയറം ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ബെർണോളീസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനകത്ത് നമുക്ക് ആദ്യം വരുന്നത് പിറ്റോട്ട് ട്യൂബാണ്. Pitot tube basically it is an instrument or an apparatus to determine the velocity of flow. ഇപ്പോൾ നമ്മളൊരു സ്ട്രീം ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഫ്ലോ ത്രൂ എ പൈപ്പ് ആണെങ്കിൽ, സപ്പോസ് ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ദ വെലോസിറ്റി, ഫ്ലോ വെലോസിറ്റി നമ്മൾ വി എന്നൊക്കെ പറയും അല്ലേ, ആ ഫ്ലോ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ഒരു അപ്പാരറ്റസ് ആണ് എന്ത്, പിറ്റോട്ട് ട്യൂബ്. പിറ്റോട്ട് ട്യൂബിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബെർണോളീസ് തിയറമാണ്. അതിൻ്റെ അടിസ്ഥാനം ബേസിക്കലി ബെർണോളീസ് തിയറം ഈസ് വൺ ഓഫ് ദ ബേസിക് തിയറം ദാറ്റ് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ അപ്ലൈഡ് ഹൈഡ്രോളിക്സ് ആൻഡ് ഹൈഡ്രോളിക് പ്രോബ്ലംസ്. അപ്ലൈഡ് ഹൈഡ്രോളിക്സിലും അതുപോലെ തന്നെ ഹൈഡ്രോളിക് പ്രോബ്ലത്തിലും നമ്മൾ ധാരാളമായിട്ട് ബെർണോളീസ് തിയറം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബെർണോളീസ് തിയറം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ബെർണോളീസ് തിയറം ഒരിക്കൽ കൂടി ഒന്ന് പറയാം. അതായത് ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡിന് 3 തരത്തിലുള്ള എനർജി ഉണ്ട്. ദർ ആർ 3 kinds ഓഫ് എനർജീസ്, 3 energies. ഒന്നാമത്തത് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് പറയും. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഹൈറ്റ്. ഇറ്റ് ഈസ് ഒബ്ടൈൻഡ് ഡ്യൂ ടു ദി ഹൈറ്റ് കൊണ്ട് അച്ചീവ് ചെയ്യുന്നതാണ് എന്ത്, പൊട്ടൻഷ്യൽ ഹെഡ്. രണ്ടാമത്തത് ദാറ്റ് ഈസ് സെക്കൻഡ് വൺ ഈസ് കോൾഡ് വെലോസിറ്റി എനർജി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്നൊക്കെ നമുക്ക് പറയാം. വെലോസിറ്റി എനർജി. മൂന്നാമത്തത് പ്രഷർ എനർജി. ഓക്കെ, സോ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഹെഡ്, രണ്ടാമത്തത് വെലോസിറ്റി ഹെഡ്, മൂന്നാമത്തത് പ്രഷർ ഹെഡ് അല്ലെങ്കിൽ പ്രഷർ എനർജി. ഇത് യഥാക്രമം നമ്മൾ സൂചിപ്പിക്കുന്നത് പൊട്ടൻഷ്യൽ ഹെഡ് നമ്മൾ ഇസഡ് എന്ന ലെറ്റർ കൊണ്ടാണ്, വെലോസിറ്റി ഹെഡ് നമ്മൾ സൂചിപ്പിക്കുന്നത് v²/2g ആണ്, പ്രഷർ ഹെഡ് സൂചിപ്പിക്കുന്നത് p/w ആണ്. ഇസഡ് മീൻസ് നമ്മൾ ഒരു ഹൊറിസോണ്ടൽ പൊസിഷനിൽ നിന്നും, സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് ദ ഡേറ്റം, ഒരു പൈപ്പ് ഇവിടെയാണെങ്കിൽ ആ പൈപ്പിൻ്റെ സെൻട്രൽ ലൈനും ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എച്ച് എന്നോ ക്യാപിറ്റൽ എച്ച് എന്നോ സ്മോൾ എച്ച് എന്നോ ഇസഡ് എന്നോ ഒക്കെ ലെറ്റർ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇതിനെ നമ്മൾ ഡേറ്റം ഹെഡ് എന്നും കൂടി പറയും. ദിസ് ഈസ് ഓൾസോ കോൾഡ് ഡേറ്റം ഹെഡ്. ഓക്കെ, സോ പൊട്ടൻഷ്യൽ ഹെഡ് അല്ലെങ്കിൽ ഡേറ്റം ഹെഡ്. ഇപ്പോൾ ഒരു ഹൊറിസോണ്ടൽ പൈപ്പ് ആണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, സപ്പോസ് ഇഫ് ദിസ് ഈസ് എ ഹൊറിസോണ്ടൽ പൈപ്പ്, അപ്പോൾ ഇവിടെ 2 പോയിൻ്റ് നമ്മൾ എടുക്കുകയാണ്, 1 and 2. ഈ 1 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ഹൈറ്റും 2 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ഹൈറ്റും എന്താണ്, സെയിം ആണ്. ബോത്ത് ആർ അറ്റ് സെയിം പൊട്ടൻഷ്യൽ, രണ്ടും ഒരേ പൊട്ടൻഷ്യലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഇത് രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽസ് സെയിം ആണ്. Z1 = Z2 ആയിരിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ ഹെഡ് സെയിം ആണ്, അല്ലെങ്കിൽ ഹൈറ്റ് കൊണ്ട് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് സെയിം ആണ് അല്ലേ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നു, ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി കൊണ്ട് അച്ചീവ് ചെയ്യുന്ന ഹെഡാണ്, എനർജിയാണ് വെലോസിറ്റി ഹെഡ് എന്ന് പറയുന്നത്.
ഇതിൻ്റെ ഓഫ് കോഴ്സ് ദർ ഇസ് എ പ്രഷർ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ പ്രഷർ കൊണ്ട് ഉള്ള എനർജിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രഷർ എനർജി. അപ്പം ദാറ്റ് ഈസ് വെലോസിറ്റി എനർജി ഈസ് v²/2g, പ്രഷർ എനർജി ഈസ് p/w. ബെർണോളിസ് തിയറം പറയുന്നത് ഇത് മൂന്നും കോൺസ്റ്റൻ്റ് ആയിരിക്കും. സം ഓഫ് ദീസ് 3 energies, ദാറ്റ് മീൻസ് ദ ടോട്ടൽ എനർജി. അപ്പോൾ പറയുന്ന ഇത്രയേ ഉള്ളൂ, ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഇതിലൂടെ പൈപ്പിലൂടെ പോകുന്ന അതിൻ്റെ എനർജി 100 ജൂൾ, വെറുതെ പറയുകയാണ്, നമ്മളൊരു ഫിഗർ ജസ്റ്റ് പറയുന്നു എന്ന് വിചാരിക്കാം. സോ ദിസ് 100 മീൻസ് ഇത് മൂന്നും കൂടി കൂട്ടുന്നതാണ് 100. സോ ദാറ്റ് മീൻസ് Z പ്ലസ് ആ ലിക്വിഡിൻ്റെ പൊട്ടൻഷ്യൽ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ് പ്ലസ് പ്രഷർ ഹെഡ് എന്ന് പറയുന്നതാണ് നമുക്ക് 100 എന്ന് കിട്ടിയത്. അപ്പോൾ ഈ ഒന്നാമത്തെ പോയിന്റിൽ അതിൻ്റെ ടോട്ടൽ എനർജി 100 ആണെങ്കിൽ രണ്ടാമത്തെ പോയിന്റിലും 100 തന്നെയായിരിക്കും. അപ്പം ഇപ്പോൾ ഇവിടെ Z1 V1 ഇവിടെ P1 എന്ന് കൊടുക്കാം. സ്വാഭാവികമായിട്ടും ഇത് മൂന്നും കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെയും 100 തന്നെയാണ്. ടോട്ടൽ എനർജിയാണ് സെയിം, പക്ഷേ സ്വാഭാവികമായിട്ടും ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ വെലോസിറ്റിക്ക് വ്യത്യാസം വരുമ്പം വെലോസിറ്റി കൂടുമ്പം പ്രഷർ കുറയും. ഏതെങ്കിലും ഒന്ന് കൂടുമ്പം മറ്റേ എനർജി അതിന് ആനുപാതികമായിട്ട് കുറയും, കാരണം ടോട്ടൽ സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കും ദിസ് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ബെർണോളീസ് തിയറം. ഇപ്പോൾ ടോട്ടൽ എനർജി ഈസ് കോൺസ്റ്റൻറ്റ്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബെർണോളീസ് തിയറം. ഫോർ എ ഫ്ലോയിങ് ഫ്ലൂയിഡ് ദ ടോട്ടൽ എനർജി ഈസ് സെയിം, is constant. So actually that is or we can say in another way that the sum of potential head, velocity head and pressure head is a constant. Okay, so this is Bernoulli's theorem, which is applied in many applications of applied hydraulics. ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഉള്ള ഒന്നാമത്തെ ഒരു ആപ്ലിക്കേഷനാണ് എന്ത്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് pitot tube. Okay, so pitot tube is a very simple instrument. It is used to determine the velocity of flow velocity കണ്ടുപിടിക്കാനാണ് നമ്മൾ pitot tube ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് എ ബെൻഡ് ട്യൂബ്. 90 ഡിഗ്രിയിൽ നമ്മളൊരു ട്യൂബ് ബെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടുന്ന് ഇങ്ങനെ വെലോസിറ്റിയിൽ വരുന്നു, ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ വരുന്നു, ആ ഫ്ലൂയിഡ് ഇതിനകത്തൂടെ കയറി വന്ന് ഇവിടെ വന്ന് ഇടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യും, 0 ആകും. So suppose this is the point 1 and this is the point 2. Okay, so ഇവിടെ 2 പോയിന്റ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഈ പൈപ്പിൻ്റെ എൻട്രൻസ് ആണ് 1, ഈ പൈപ്പ് ഇവിടെ വന്ന് ഇടിക്കുന്നതാണ് 2. So there are 2 points. We can apply Bernoulli's theorem in these two points. നമുക്കിവിടെ Bernoulli's theorem നമുക്ക് അപ്ലൈ ചെയ്യാം. So what is the Bernoulli's theorem? That is Z1 plus V1/2g plus P1/W is equal to Z2 plus V2/2g plus P2/W, because ഇവിടുത്തെ ടോട്ടൽ എനർജി സെയിം ആണ്. ദാറ്റ് ഈസ് വാട്ട് ബെർണോളിസ് തിയറം ടോൾഡ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒന്നിൻ്റെ ഡേറ്റം Z1 ആണ്. ഇപ്പോൾ ഇത് രണ്ട് തമ്മിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഒന്നുമില്ല, രണ്ടിൻ്റെ സെൻട്രൽ ലൈൻ സെയിം ആണ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെയുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മളൊരു ട്യൂബ് ബെൻഡ് ചെയ്ത് ഇതിൻ്റെ നടുക്കത്തേക്ക് വെക്കുക. നടുക്കിലേക്ക് വെക്കുന്ന സമയത്ത് ഫ്ലോ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ഫ്ലോ ഇവിടെ വന്ന് ഇടിച്ചിട്ട് എന്ത് ചെയ്യും, ഡ്യൂ ടു ദ പ്രഷർ റൈസ്, ഇവിടെ ഒരു പ്രഷർ റൈസ് ചെയ്യും. കാരണം ഇവിടെ വെലോസിറ്റി ഡിസ്റ്റർബ് ചെയ്തു, വെലോസിറ്റി തീർന്നു. അപ്പോൾ ഇവിടെ വെലോസിറ്റി ഇല്ലാണ്ടായി, രണ്ടിൽ വെലോസിറ്റി ഇല്ല അല്ലേ. അപ്പോൾ എന്ത് പറ്റി, ആ വെലോസിറ്റിയും കൂടെ പ്രഷറായിട്ട് മാറി. അപ്പോൾ പ്രഷറായിട്ട് മാറിയപ്പോഴത്തേക്ക് എന്ത് പറ്റി, ഈ ലിക്വിഡ് കുറച്ച് മുകളിലേക്ക് കയറി. അപ്പോൾ ഇവിടെ മുകളിലേക്ക് കയറാൻ കാരണം എന്താണ്, ഈ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഫ്ലൂയിഡിന് വെലോസിറ്റി ഉണ്ട്, 2 എന്ന് പറഞ്ഞ പോയിന്റിൽ ഫ്ലൂയിഡിന് വെലോസിറ്റി ഉണ്ടോ, ഇല്ല. ഇവിടെ വന്ന് ഇടിച്ച് നിന്നിട്ട് പിന്നെ അതിന് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, അത് മുകളിലേക്ക് കയറും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്നത്, ദ വെലോസിറ്റി ഹെഡ് അല്ലെങ്കിൽ ദ വെലോസിറ്റി എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു പ്രഷർ എനർജി. അപ്പോൾ നമുക്ക് പറയാം, ഈ V1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെലോസിറ്റിയാണ്, Z1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹൈറ്റാണ്, Z2 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹൈറ്റാണ് അല്ലെങ്കിൽ ഡേറ്റമാണ്. ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ,
സോ Z1 ഈസ് ഈക്വൽ ടു Z2. അപ്പം അത് രണ്ടും പോയി. Z1 ഈസ് ഈക്വൽ ടു Z2 ബിക്കോസ് സിൻസ് ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ ട്യൂബ്. ഈ സെക്ഷൻ 1 to 2 ഈസ് ഹൊറിസോണ്ടൽ. 1 വെലോസിറ്റി ഉണ്ട്, 2 വെലോസിറ്റി ഉണ്ടോ? 2 വെലോസിറ്റി ഇല്ല, 2 ഇത് വന്ന് ഇടിക്കുകയാണ്. അപ്പോൾ 2 വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. സോ V2 ഈസ് ഈക്വൽ ടു 0. V2 എന്താണ്? V2 0 ആണ് അല്ലേ? അപ്പോൾ ഈ ടേം മൊത്തത്തിൽ 0 ആയി പോകുമല്ലോ. ദിസ് ബിക്കം 0. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം നമുക്ക് അവശേഷിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു V1 സ്ക്വയർ ബൈ 2G ഈസ് ഈക്വൽ ടു ഇതങ്ങ് അപ്പുറത്ത് പോട്ടെ. ദാറ്റ് ഈസ് ഈക്വൽ ടു P2 ബൈ W മൈനസ് P1 ബൈ W. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു V1 സ്ക്വയർ ബൈ 2G ഈസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം P2 മൈനസ് P1 ബൈ W എന്ന് എഴുതാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പ്രഷർ ഈസ് ഈക്വൽ ടു WH എന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. P ഈസ് ഈക്വൽ ടു W. W ഈസ് നത്തിങ് ബട്ട് ദ സ്പെസിഫിക് വെയിറ്റ് ആണ്. W ഈസ് ദ സ്പെസിഫിക് വെയിറ്റ്. W ഈസ് ദി സ്പെസിഫിക് വെയിറ്റ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ρgh എന്ന് വേണമെങ്കിൽ എഴുതാം. കാരണം W എന്ന് പറയുന്നത് ρg ആണ്. W ഈസ് ഈക്വൽ ടു ρg. അപ്പം സ്വാഭാവികമായിട്ടും P2 മൈനസ് P1 എന്ന് പറഞ്ഞാൽ അത് പ്രഷറാണ്. ഇറ്റ് ഇസ് എ ചേഞ്ച് ഇൻ പ്രഷറാണ്. സോ P ബൈ W എന്ത് വരും? P ബൈ W ഈസ് ഈക്വൽ ടു H. വാട്ട് ഇസ് P ബൈ W? P ബൈ W ഈസ് ഈക്വൽ ടു H. അപ്പോൾ നമുക്ക് എന്ത് വരും? V1 സ്ക്വയർ ബൈ 2G ഈസ് ഈക്വൽ ടു H. ഓക്കെ, സോ V1 വേണമെങ്കിൽ നമുക്ക് V1 ഓക്കെ അതിലേക്ക് നമുക്ക് വരാം. സോ ദാറ്റ് ഈസ് V1 സ്ക്വയർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2GH. Therefore V1 square is equal to 2GH. V1 is equal to square root of 2GH. V1 is the velocity of flow. What is V1? V1 is the velocity of flow. Flow velocity ആണ് അല്ലേ? അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് V എന്ന് കൊടുക്കാം, വേണമെങ്കിൽ V എന്ന് കൊടുക്കാം. V is equal to root of 2GH. This is the fundamental equation for finding out the വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ എ പൈപ്പ്. അപ്പോൾ അതിനെ വേറൊരു രീതിയിൽ നമ്മൾ ഇവിടെ ഈ 2 കോൺസ്റ്റൻ്റ് ആണ്, G കോൺസ്റ്റൻ്റ് ആണ്. ജിയുടെ വാല്യൂ നമുക്കറിയാം 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആണ്. അപ്പം V നമുക്കിങ്ങനെ എഴുതാം, V പ്രപ്പോർഷണൽ ടു റൂട്ട് ഓഫ് H എന്ന് എഴുതാം. അതായത് ഇവിടുത്തെ ഹൈറ്റ് എത്ര കൂടുന്നോ അത്ര കണ്ട് ഇവിടുത്തെ വെലോസിറ്റി കൂടുതലായിരിക്കും. ഇത് ഒരുപാട് മുകളിലേക്ക് കയറുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടുത്തെ വെലോസിറ്റി എന്തായിരിക്കും? കൂടുതലാണ്. സോ Pitot tube is an application of Bernoulli's theorem. Pitot tube is an instrument to determine the velocity of flow at a point. ഒരു പോയിന്റിലെ വെലോസിറ്റി ആണ്. സോ വി ആർ ഗെറ്റിംഗ് ദ വെലോസിറ്റി അറ്റ് പോയിന്റ് 1 എന്ന് പറയുന്ന പോയിന്റിലെ വെലോസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ വെലോസിറ്റി? V is equal to root 2GH. What is H? H is the height of fluid above the surface. What is H? H is the height of liquid above the surface. ലിക്വിഡ് സർഫസിന് മുകളിലേക്ക് പോയ ആ ഹൈറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? H എന്ന് പറയുന്നത്. ഓക്കെ, സോ V is equal to root 2GH is the equation for finding out the velocity. What is H? H is the Pitot height. Pitot ട്യൂബിൽ കിട്ടുന്ന ഹൈറ്റ് ആണ് എന്ത്? H എന്ന് പറയുന്നത്. ഓക്കെ, സോ നൗ we move on to the next application. Next application is Venturi meter. Venturi meter. This is an apparatus for finding out the discharge. Discharge means Q. So flow rate. Discharge ന്റെ വേറൊരു പേരാണ് ഫ്ലോ റേറ്റ്. എന്താണ് ഫ്ലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് ലിക്വിഡ് ഫ്ലോയിങ്. ഇപ്പം ഡിസ്ചാർജ് എന്നുള്ള വാക്ക് നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ്. ഡിസ്ചാർജ് ഈസ് ദ വോളിയം ഓഫ് ഫ്ലോ ഇൻ യൂണിറ്റ് ടൈം. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ ക്യൂബ് പുറത്തേക്ക് പോകുന്നു. വോളിയം ഫ്ലോ റേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം. സോ വെഞ്ചുറി മീറ്റർ ഈസ് ആൻ അപ്പാരറ്റസ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദ ഡിസ്ചാർജ്. ഡിസ്ചാർജിനെ നമ്മൾ Q എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഡിസ്ചാർജ് ഓഫ് എ ലിക്വിഡ്
flowing in a pipe. Okay, so actually this is a pipe. പൈപ്പ് ശരിക്കും ഈ പൈപ്പിൻ്റെ ഈ സെക്ഷനും ഈ സെക്ഷനും സെയിം ആണ്. ഓക്കെ, ഇവിടുത്തെ D1 തന്നെ ആയിരിക്കും ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് നമ്മളൊരു വെഞ്ചുറി മീറ്റർ അപ്പാരറ്റസ് കണക്ട് ചെയ്തു. അപ്പോൾ ഒരു പൈപ്പിലൂടെ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ പൈപ്പിലൂടെയുള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു വെഞ്ചുറി മീറ്റർ കണക്ട് ചെയ്തു. വാട്ട് ഈസ് ദ ഇൻലെറ്റ് ഡയമീറ്റർ ഓഫ് ദ പൈപ്പ്? D1. ഇൻലെറ്റ് ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് ഈസ് D1. അപ്പം ഈ വെഞ്ചുറി മീറ്റർ എന്ന് പറയുന്നത് is an apparatus of varying cross section. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡയമീറ്റർ, ഇവിടെ ഒരു ഡയമീറ്റർ, ഇവിടെ രണ്ടിടത്തും സെയിം ഡയമീറ്ററാണ്. വിച്ച് ഈസ് ദാറ്റ്? ഇവിടെ D1, ഇവിടെയും D1, ഇവിടെ എന്താണ് D2. ഇറ്റ്സ് എ സ്മോളർ ഡയമീറ്റർ. അപ്പോൾ ഇത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, ഇതിനകത്ത് ഇതിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നീളം കുറവാണ്, ഇവിടെ കുറച്ച് ഭാഗത്ത് ഡയമീറ്റർ മാറുന്നില്ല, പിന്നെ കുറച്ച് ഈ ഒരു നീളം കൂടുതലും, അല്ലേ? അപ്പോൾ ഇതിന് പേരുണ്ട്. ഈ ആദ്യത്തെ ഭാഗത്തെ ഇതിനെ നമ്മൾ 1, ഇതിനെ 2 എന്ന് വിളിക്കും, ഇതിനെ 3 എന്ന് വിളിക്കും. ഒന്നാമത്തെ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് കൺവേർജൻ്റ് കോൺ, രണ്ടാമത്തെ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ത്രോട്ട്, മൂന്നാമത്തെ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഡൈവേർജൻ്റ് കോൺ. സോ in a venturi meter there are 3 sections called convergent cone, throat and divergent cone. So in a venturi meter there are 3 sections. The section of varying first, that means the diameter is reducing section, that is called converging. So diameter is converging, so that area is convergent cone. Next is this one is throat means there is no change in diameter. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ 2 ഡയമീറ്ററാണ് ഉള്ളത്. ഒന്ന് വലിയ ഡയമീറ്റർ അല്ലെങ്കിൽ പൈപ്പിൻ്റെ ഡയമീറ്റർ D1, രണ്ടാമത്തത് അതിൻ്റെ ത്രോട്ടിൻ്റെ ഡയമീറ്റർ. ത്രോട്ട് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ കുറഞ്ഞ ഭാഗമാണ്, ദാറ്റ് ഈസ് D2. വീണ്ടും ഇത് വലിയൊരു ലെങ്തിലൂടെ എന്ത് ചെയ്യും, പോയിട്ട് അത് വീണ്ടും പൈപ്പിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഫോർ എ വെഞ്ചുറി മീറ്റർ ദർ ആർ 3 സെക്ഷൻസ്: കൺവേർജൻ്റ് കോൺ, ത്രോട്ട് ആൻഡ് ഡൈവേർജൻ്റ് കോൺ. ഓക്കെ, സോ ഈ നോർമലി ഇതിൻ്റെ ഡൈവേർജൻ്റ് കോണിന് ലെങ്ത് കൂടുതലായിരിക്കും. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഫ്ലോ സെപ്പറേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡൈവേർജൻ്റ് കോണിൻ്റെ ലെങ്ത് കൂട്ടി വച്ചിരിക്കുന്നത്. സാധാരണയായിട്ട് ഈ കൺവേർജൻ്റ് കോണിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പ്രഷർ ഹെഡ് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് അത് വെലോസിറ്റി കൂടും. അപ്പോൾ ഇവിടെ വെലോസിറ്റി കൂടുതലായിരിക്കും, 2-ൽ വെലോസിറ്റി കൂടുതലായിരിക്കും, പക്ഷേ എന്ത് കുറവായിരിക്കും? പ്രഷർ കുറവായിരിക്കും. ഇവിടെ പ്രഷർ അപ്പോൾ 1-ലാണോ 2-ലാണോ പ്രഷർ കൂടുതൽ? P1 ഈസ് ഗ്രേറ്റർ ദാൻ P2. P1 കൂടുതലാണ്, അതുകൊണ്ടാണ് ആ പ്രഷർ കൊണ്ട് ഇവിടെ ഒരു യൂട്യൂബ് മാനോമീറ്റർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ കറുത്ത് കൊടുത്തിരിക്കുന്നത് മെർക്കുറിയാണ്. ദിസ് ഈസ് കോൾഡ് മെർക്കുറി, Hg. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഇത് താഴേക്ക് വരാൻ കാരണം എന്താണ്? ഇവിടുത്തെ പ്രഷർ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ലിക്വിഡ്, സപ്പോസ് ഇഫ് വാട്ടർ ഈസ് ഫ്ലോയിങ് ത്രൂ ദ പൈപ്പ്, അപ്പോൾ ഈ വെള്ള ഭാഗത്ത് കാണുന്നത് വാട്ടർ ആയിരിക്കും, ഇവിടെയും വാട്ടർ ആയിരിക്കും, ഈ ഭാഗത്ത് കറുത്ത് കാണുന്നത് എന്താണ്? മെർക്കുറിയാണ്. അപ്പോൾ ഇതിങ്ങനെ താഴേക്ക് തള്ളി വെക്കാൻ കാരണം ഇവിടുത്തെ പ്രഷർ കൂടുതലായതുകൊണ്ടാണ്. ഇവിടെ പ്രഷർ കുറവാണ്. ഈ ഡിഫറൻസിനെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? ദാറ്റ് ഈസ് ഹൈറ്റ് ഡിഫറൻസ് എന്ന് വിളിക്കും. ഹൈറ്റ് ഡിഫറൻസ്, ദാറ്റ് ഈസ് സ്മോൾ h. ഓക്കെ, അപ്പം high difference in terms of mercury, this is very important. This H is equal to head difference di, head difference in mercury. മെർക്കുറിയിലുള്ള ഹെഡ് ഡിഫറൻസ് ആണ്. ഇതിലൂടെ ഒഴുകുന്നത് എന്താണ്? വാട്ടർ. സപ്പോസ് വാട്ടർ ആണെന്ന് വിചാരിക്കുക, ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലാണെന്ന് നമ്മൾ വിചാരിച്ചാലും എന്താണ് അതിൻ്റെ അതാണ്. സപ്പോസ് ഇഫ് വാട്ടർ ഈസ് ഫ്ലോയിങ്, ദ ഫ്ലോയിങ് ലിക്വിഡ് ഈസ് വാട്ടർ. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? നമുക്ക് കിട്ടുന്ന ഹെഡ് ഡിഫറൻസ് എന്തിലാണ്? മെർക്കുറിയിലാണ്. അതിനെ നമ്മൾ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ഞാൻ ഈ H സ്റ്റാർ എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയാമോ?
H star is the head difference in flowing liquid. അതാണ് എന്ത് ഈ H സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ, സോ H സ്റ്റാർ ഇസ് ദ ഹെഡ് ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് ദ ഫ്ലോയിങ് ലിക്വിഡ്. അപ്പം നമുക്കിവിടെ എച്ച് കിട്ടത്തുള്ളൂ, അത് മെർക്കുറിയിലുള്ള എച്ച് ആണ്. അതിനെ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? നമ്മുടെ വാട്ടറാണ് അല്ല ഓയിലാണെങ്കിൽ ഓയിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള മാർഗ്ഗമാണത്. ഈ കിട്ടുന്ന വാല്യൂ ഇവിടെ കൊടുക്കുക, 13.6 മൈനസ് എസ്. എസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി. എസ് ഈസ് കോൾഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലിക്വിഡ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഈ ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 13.6 മൈനസ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദിസ് ലിക്വിഡ് ഡിവൈഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദാറ്റ് ലിക്വിഡ്. ആ കിട്ടുന്ന വിലയെ നമ്മൾ ഈ കിട്ടുന്ന എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എച്ച് സ്റ്റാർ കിട്ടും. ഈ എച്ച് സ്റ്റാർ എന്ന് പറയുന്നത് ഹെഡ് ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് ദ ലിക്വിഡ് ഫ്ലോയിങ്. ഈ ഒഴുകുന്ന വെള്ളത്തിൻ്റെ എന്നെ ആസ്പദമാക്കിയിട്ടുള്ള ഹെഡ് ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അപ്പം ഇനി നമ്മൾ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ദിസ് ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡിസ്ചാർജ് ദാറ്റ് ഈസ് ക്യൂ ഈസ് ഈക്വൽ ടു ഞാൻ ഡയറക്റ്റായിട്ട് ഇക്വേഷനിലേക്ക് വരികയാണ്. ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് സി ഇൻറ്റു A1 A2 ഇൻറ്റു √2G H സ്റ്റാർ ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ. അപ്പം നോക്കൂ, ഈ സി എന്ന് പറയുന്നത് സി ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് വെഞ്ചുറി മീറ്റർ ആണ്. വാട്ട് ഈസ് സി? സി ഈസ് ദ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ സി ഈസ് കോൾഡ് കോഎഫിഷ്യൻ്റ് ഓഫ് വെഞ്ചുറി മീറ്റർ. നമ്മുടെ വെഞ്ചുറി മീറ്ററിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് സി. സാധാരണയായിട്ട് സിയുടെ വാല്യൂ 0.98 ആണ്. അവർ സപ്പോസ് ആ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വാല്യൂ തന്നെ ചൂസ് ചെയ്യണം. A1 ഈസ് ദ ഇൻലെറ്റ് ഏരിയ. A1 എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് ഏരിയ. A1 ഈസ് ദ ഇൻലെറ്റ് ഏരിയ. വാട്ട് ഈസ് A2? ത്രോട്ട് ഏരിയ. ത്രോട്ട് ഏരിയ. എച്ച് സ്റ്റാർ നമുക്കറിയാം, സിയുടെ വാല്യൂ 0.98. ഇറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ്. A1 ഇസ് ദ ഇൻലെറ്റ് ഏരിയ, A2 ഇസ് ദ ത്രോട്ട് ഏരിയ. റൂട്ട് ഓഫ് 2 ഇൻറ്റു ജിയുടെ വാല്യൂ നമുക്കറിയാം. എച്ച് സ്റ്റാർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നറിയാം. റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ. A1 ഇസ് ദ ഇൻലെറ്റ് ഏരിയ, A2 ഇസ് ദ ത്രോട്ട് ഏരിയ. പൈപ്പ് ആണെങ്കിൽ നമ്മൾ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് π/4d² എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതിയാവും. അപ്പോൾ ശരിക്കും ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. Q ഈസ് ഈക്വൽ ടു CA1 A2 √2G H സ്റ്റാർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ. സോ ഹിയർ ഐ ആം യൂസിങ് ദിസ് H സ്റ്റാർ ബിക്കോസ് വി ആർ യൂസിങ് അനദർ H. ചില ടെക്സ്റ്റ് ബുക്സിൽ ഇത് H എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് റിമെമ്പർ ദാറ്റ് ദിസ് ഈസ് H സ്റ്റാർ ഓർ ദിസ് ഈസ് വാട്ട് ഈസ് ദാറ്റ് ഹെഡ് ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് ഫ്ലോയിങ് ലിക്വിഡ് ആണ്. നമ്മളിത് H എന്ന് വിചാരിച്ചാൽ ഈ H എടുത്തിവിടെ കൊടുത്തു കഴിഞ്ഞാൽ തെറ്റാണ്. ഓക്കെ, സാധാരണയായിട്ട് ഇവിടുത്തെ സ്ലോപ്പ് എന്താണ്? ഇവിടുത്തെ സ്ലോപ്പ് കൂടുതലാണ്, ഇവിടുത്തെ സ്ലോപ്പ് കുറവാണ്. അപ്പം വെഞ്ചുറി മീറ്റർ ബെർണോളിസ് തിയറം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ദിസ് ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ദ ഡിസ്ചാർജ് ഓഫ് എ ലിക്വിഡ് ഫ്ലോയിങ് ഇൻ എ പൈപ്പ്. ഒരു പൈപ്പിലൂടെ പോകുന്ന ലിക്വിഡിൻ്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? വെഞ്ചുറി മീറ്റർ ഉപയോഗിക്കുന്നത്. വെഞ്ചുറി മീറ്ററിന് 3 സെക്ഷൻ ഉണ്ട്: കൺവേർജൻറ്റ് കോൺ, ഡൈവേർജൻറ്റ് കോൺ, ത്രോട്ട്. കൺവേർജൻ്റ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ കുറഞ്ഞു വരുന്ന ഭാഗം, ത്രോട്ട് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ മാറാത്ത ഭാഗം, ഡൈവേർജൻ്റ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ കൂടി വരുന്ന ഭാഗം. സാധാരണയായിട്ട് നമ്മൾ 2 സെക്ഷൻ എടുക്കുന്നു. ഇൻലെറ്റിനും ത്രോട്ടിനും ഇടയിൽ നമ്മളൊരു യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്യുന്നു. അതിനകത്ത് മെർക്കുറി ഉപയോഗിക്കുന്നു. ഒന്നിലെ പ്രഷർ കൂടുതലായതുകൊണ്ട് ഇവിടെ താഴ്ന്നു നിൽക്കും, ഇവിടെ പ്രഷർ കുറവായതുകൊണ്ട് ഇതെന്ത് ചെയ്യും? മേലോട്ട് നിൽക്കും. ഇവിടെ പ്രഷർ കുറവാണെങ്കിൽ വെലോസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്തൊരു ഹെവി ലിക്വിഡ് അല്ലെങ്കിൽ മെർക്കുറി ഉപയോഗിക്കുന്നു. ഈ മെർക്കുറിയുടെ ലെവൽ ഡിഫറൻസ് ആണ് H എന്ന് പറയുന്നത്. Hനെ നമ്മൾ ഈ പൈപ്പിലൂടെ ഒഴുകുന്ന വെള്ളം അല്ലെങ്കിൽ ഓയിലിൻ്റെ ഹെഡിലോട്ട് മാറ്റാനുള്ള ഇക്വേഷനാണ് H സ്റ്റാർ ഈസ് ഈക്വൽ ടു H ഇൻറ്റു 13.6 മൈനസ് S/S. എന്താണ് എസ്? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലിക്വിഡ് അല്ലേ? അപ്പം ഈ H സ്റ്റാർ കിട്ടിയാൽ
ഇതിലൂടെയുള്ള ഡിസ്ചാർജ് നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ് ഇക്വേഷൻ? Q is equal to a constant C into A1 A2 root 2G H star divided by root of A1 square minus A2 square. What is A1? Inlet area. What is A2? Throat area. What is H star? That is the head difference in terms of flowing liquid. സാധാരണയായിട്ട് സിയുടെ വാല്യൂ 0.98 ആയിരിക്കും. ഡിസ്ചാർജിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, അല്ലെങ്കിൽ നമുക്ക് ലിറ്റേഴ്സ് പെർ സെക്കൻഡിൽ വേണമെങ്കിലും പറയാം. ഓക്കെ, സോ നൗ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പോർഷൻ. സോ നെക്സ്റ്റ് പോർഷൻ ഈസ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രഷർ ഹെഡ് ആൻഡ് വെലോസിറ്റി ഹെഡ്. അതായത് നമുക്കറിയാം പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി നോ ദാറ്റ് പ്രഷർ ഹെഡ് ഈസ് ഈക്വൽ ടു P by W. This is pressure head. What is velocity head? Velocity head is equal to V square by 2G. V square by 2G. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു പൈപ്പിലൂടെ, സപ്പോസ് എ പൈപ്പ് ഈസ് പ്ലേസ്ഡ് ഇൻ ഇൻക്ലൈൻഡ് പൊസിഷൻ. ഇപ്പോൾ ഈ പൈപ്പിൻ്റെ സെൻട്രൽ ലൈനാണ് ഞാൻ ഈ ലൈനിൽ, നീല ലൈനിൽ കാണിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ദ സെൻട്രൽ ലൈൻ ഓഫ് ദ പൈപ്പ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലൂടെ ആരൊഴുകുന്നു? ലിക്വിഡ് ഒഴുകുന്നു. ലിക്വിഡ് ഈസ് ഫ്ലോയിങ്. അപ്പം അങ്ങനെ ഒഴുകുന്ന ലിക്വിഡിന് ഓരോ പോയിന്റിലും, ഇപ്പോൾ ഈ പോയിന്റ്, ഇത് ഒന്നാമത്തെ പോയിന്റ്, ഇത് രണ്ടാമത്തെ പോയിന്റ്, ഇത് മൂന്നാമത്തെ പോയിന്റ്, ഇത് നാലാമത്തെ പോയിന്റ് എന്ന് വിചാരിക്കുക. ഈ ഒന്നാമത്തെ പോയിന്റിൽ എന്തുണ്ട്? ഒരു പ്രഷർ ഹെഡ് ഉണ്ട്. ആ പോയിന്റ് മാർക്ക് ചെയ്തു, വാല്യൂ മാർക്ക് ചെയ്തു. രണ്ടാമത്തെ പോയിന്റിലെ പ്രഷർ ഹെഡ് ഇവിടാണ് വന്നത്. മൂന്നാമത്തെ പോയിന്റിലെ പ്രഷർ ഹെഡ് ഇവിടെ വന്നു. നാലാമത്തെ പോയിന്റിലെ പ്രഷർ ഹെഡ് ഇവിടെ വന്നു. ഈ ലൈൻസ് എല്ലാം കൂടെ, ഈ പോയിന്റ്സിനോട് ചേർത്ത് വരയ്ക്കുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ, അല്ലെങ്കിൽ നമ്മൾ വിളിക്കും HGL. HGL എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ. ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈൻ. സോ വാട്ട് ഈസ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ? ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ എന്ന് പറഞ്ഞാൽ ദ പ്രഷർ ഹെഡ് ഓഫ് എ ലിക്വിഡ്, ദാറ്റ് ഈസ് P by W, ഇൻ എ പൈപ്പ് ഈസ് പ്ലോട്ടഡ് ആസ് വെർട്ടിക്കൽ ഓർഡിനേറ്റ്സ്. അതിനെ Y ആക്സിസിൻ്റെ രൂപത്തിൽ നമ്മൾ കാണിക്കുന്നു. ഇങ്ങനെയല്ല, തിരിച്ച് വെർട്ടിക്കൽ. ഓൺ ദ സെൻറ്റർ ലൈൻ ഓഫ് ദ പൈപ്പ്. സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നും വെർട്ടിക്കൽ ഡിസ്റ്റൻസിൽ വാല്യൂസ് മാർക്ക് ചെയ്തു. രണ്ടാമത്തെ പോയിന്റിൽ നിന്നും വീണ്ടും വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു. മൂന്നാമത്തെ പോയിന്റിൽ നിന്നും വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു. നാലാമത്തെ പോയിന്റിൽ നിന്നും വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു. And then the line joining the top of such ordinates is known as hydraulic gradient line. അങ്ങനെ നമ്മൾ കിട്ടുന്ന പോയിന്റുകൾ, ഏത് പോയിന്റുകൾ? പ്രഷർ ഹെഡിൻ്റെ ഓരോ പോയിന്റിലെയും പ്രഷർ ഹെഡിനെ വെർട്ടിക്കൽ ഓർഡിനേറ്റ് അല്ലെങ്കിൽ Y ആക്സിസിൽ മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റുകൾ ചേർത്ത് വരയ്ക്കുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണ്, ദാറ്റ് ഈസ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ ഓർ HGL. So HGL is plotted with respect to the center line, and the pressure head is marked as the vertical ordinates. വെർട്ടിക്കൽ ഓർഡിനേറ്റ്സ് ഓർ Y ആക്സിസിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു, ഹൈറ്റിൽ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ HGL എന്ന് വിളിക്കുന്നത്. എഗെയിൻ, വാട്ട് ഇസ് TL? മീൻസ് ടോട്ടൽ എനർജി ലൈൻ. വാട്ട് ഇസ് TL? ടോട്ടൽ എനർജി ലൈൻ. ടോട്ടൽ എനർജി ലൈൻ. ടോട്ടൽ എനർജി ലൈൻ. ഓക്കെ, സോ ടോട്ടൽ എനർജി ലൈൻ ഈസ് ദ സം ഓഫ് പ്രഷർ ഹെഡ് ആൻഡ് വെലോസിറ്റി ഹെഡ്. അപ്പോൾ വെലോസിറ്റി ഹെഡ് എന്താണ്? V square by 2G. പ്രഷർ ഹെഡ് എന്താണ്? P by W. വാട്ട് ഈസ് P? പ്രഷർ ഇൻ കിലോ പാസ്കൽ. വാട്ട് ഈസ് W? സ്പെസിഫിക് വെയിറ്റ്. വാട്ട് ഈസ് V? വെലോസിറ്റി. V square, square of velocity. So sum of this two means, this means energy. ടു എനർജികളാണ് ഇതെല്ലാം, അല്ലേ? സം ഓഫ് പ്രഷർ ഹെഡ് ഓർ പ്രഷർ എനർജി ആൻഡ് വെലോസിറ്റി ഹെഡ് എന്നാൽ വെലോസിറ്റി എനർജി. ഈ രണ്ട് എനർജികളും കൂടിച്ചേരുന്ന പോയിന്റുകൾ. സപ്പോസ് ഒന്നാമത്തെ പോയിന്റിൽ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഈ പോയിന്റ് കിട്ടുമെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ പോയിന്റിൽ ഈ പോയിന്റ് കിട്ടുമെന്ന് വിചാരിക്കുക. മൂന്നാമത്തെ പോയിന്റിൽ ടോട്ടൽ എനർജി ഇവിടെ കിട്ടും. നാലാമത്തെ പോയിന്റിൽ ഇവിടെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റുകൾ ചേർത്ത് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ എനർജി ലൈൻ.
ടോട്ടൽ എന്ന് വിളിക്കാം, TL. സം ഓഫ് പ്രഷർ ഹെഡ്സ് ആൻഡ് വെലോസിറ്റി ഹെഡ്സ്, ദാറ്റ് മീൻസ് P/W പ്ലസ് V²/2G, okay, is plotted as the vertical ordinates on the center line of the pipe. Then the line joining the top of that ordinates is known as total energy line. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ടോട്ടൽ എനർജി ലൈൻ എന്ന് വിളിക്കും. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്ന് ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് തിയറം പിറ്റോട്ട് ട്യൂബ്, ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് തിയറം വെഞ്ചുറി മീറ്റർ, അടുത്തത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രഷർ ഹെഡ് ആൻഡ് velocity head. So Venturi meter is used for finding out the discharge through a pipe. ഒരു പൈപ്പിലൂടെയുള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കാനാണ് നമ്മൾ വെഞ്ചുറി മീറ്റർ ഉപയോഗിക്കുന്നത്. പിറ്റോട്ട് ട്യൂബ് ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദ വെലോസിറ്റി ഓഫ് എ പൈപ്പ് ഓർ എ ചാനൽ. അടുത്തത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ HGL ഈസ് ദ ലൈൻ ഷോയിങ് ദ പ്രഷർ ഹെഡ്. പ്രഷർ ഹെഡിനെ സൂചിപ്പിക്കുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ. ടോട്ടൽ എനർജി പ്രഷർ ഹെഡും വെലോസിറ്റി ഹെഡും കൂടിച്ചേരുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ എനർജി ലൈൻ. ടോട്ടൽ എനർജി ലൈൻ ഈസ് ദ സം ഓഫ് പ്രഷർ ഹെഡ് ആൻഡ് വെലോസിറ്റി ഹെഡ്. പ്രഷർ ഹെഡിൻ്റെയും വെലോസിറ്റി ഹെഡിൻ്റെയും സമ്മിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ എനർജി ലൈൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇന്ന് നമ്മളൊരു രണ്ട് പ്രോബ്ലം ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. സോ ദാറ്റ് പ്രോബ്ലം വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ബൈ.